ഹലോ ഗായ്സ്, ഞങ്ങളുടെ വീട്ടിൽ ഇന്ന് ഞങ്ങൾ സദ്യക്കുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ്. ഗായ്സ് ഇവിടെ കണ്ടോ, ഷർട്ട് ഇടാതെ വെറുതെ കത്തിയും പിടിച്ചിരിക്കുന്ന ഒരു കാൾ. ഇയാളൊന്നും നുറുക്കുന്നില്ല, വെറുതെ കത്തി പിടിച്ചോണ്ട് നിൽക്കുകയാണ്. ടാച്ചയെല്ലാം തരുന്നുണ്ട്. നോക്ക് ഭയങ്കര അറിയലാണ്. അറിയൽ വേറെ ആൾ അറിയുന്നു. എല്ലാ അച്ചാർ ഇവിടെ ഫുള്ള് തള്ളലാണ് ഗായ്സ്. പണിയൊന്നും നടക്കുന്നില്ല ഗായ്സ്, ഫുള്ള് പരദൂഷണം മാത്രമാണ് ഗായ്സ്. ഇതാ നേരത്തെ ഒരാൾ കത്തി പിടിച്ച് നിന്നൊരാൾ ഇപ്പോൾ ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു ഗായ്സ്. നിങ്ങൾക്ക് കാണുക, നിങ്ങളിത് കാണുക. വീഡിയോ എടുക്കുന്നത് കണ്ട് വേഗം ഓടിപ്പോയി ഷർട്ട് ഇട്ട് വന്നിരിക്കുന്നു ഗായ്സ്. നിങ്ങൾക്ക് കാണണം. ഞങ്ങളെല്ലാം ഇവിടെ അരിയുകയാണ് ഗായ്സ്. ഇതെന്തൊക്കെയോ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട്. അവിടെ കടുകട വറക്കലും പൊരിക്കലൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ അരിയൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാ നമ്മളുടെ മുത്തു നമുക്ക് രാത്രി നൈറ്റ് ടീയുമായി വന്നിരിക്കുന്നു. കുട്ടിയെ ഇഷ്ടപ്പെട്ടാൽ പറയണം. പച്ചടി അച്ചാറിന് നമുക്ക് അച്ചാർ റെഡി. ഏത് സ്വർഗത്തിലെ ബേർഡ് ഫ്രൈ എന്ന് പറയുമ്പോൾ ബേർഡ് ഫ്രൈ ഇവിടെ. അപ്പൊ ഒരുത്തരെ കമന്റ് ചെയ്തിരിക്കുകയാണ്, ഇത് ചത്തിട്ടുള്ള സ്വർഗത്തിലെത്തിയിട്ട് പറക്കണത്. ഇവിടെ പൂവും കൂടെ അരിയുന്നുണ്ട് ഗായ്സ്, നിങ്ങളിത് കാണണം. നാളേക്കുള്ള അതെ, ഇതാ പൂവെല്ലാം അരിയുന്നുണ്ട്. നാളത്തേക്ക് പൂക്കളം ഇടാൻ, തിരുവോണപ്പൂക്കൾ ഇടാൻ അരിയുന്നു. അടിപൊളിയായിട്ട് അരിയുന്നുണ്ട്. മഞ്ഞപ്പൂവാണ് ഞങ്ങളിപ്പോൾ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെ, കുറച്ചുകൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. വിധു ചേച്ചി കുറച്ചൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങളുടെ ഓറഞ്ച് പൂവെല്ലാം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ മഞ്ഞക്കിളിയാനുള്ള റെഡികൾ ചടങ്ങിലേക്ക് കടക്കുകയാണ് അല്ലേ? കടന്നുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇതെല്ലാം അരിയുന്നതാണ്. ഇവിടെ റോസ് ഉണ്ട്, ജമന്തി ഉണ്ട്, വാടാമല്ലി ഉണ്ടോ? വാടാമല്ലി ഉണ്ട്, വയലറ്റ് പൂക്കളുണ്ട്. ഇവിടെ നാളെ അത്തടാനുള്ള വട്ടമെല്ലാം ഞങ്ങൾ വരച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം സെറ്റാണ്. നമ്മളിതാ പോകുന്നു നമ്മളുടെ മുത്തുവിൻ്റെ അടുത്തേക്ക്. മുത്തുണ്ട് ഇവിടെ. ഇതാ മുത്തു. ഞങ്ങളിവിടെ എന്താ ചെയ്യുന്നത്? അച്ഛൻ എന്താ ചെയ്യുന്നത് ഇവിടെ? നാളെ എന്താ പ്രത്യേകത? തിരുവോണത്തിന് എന്തൊക്കെയാണ് ചടങ്ങുകൾ? രാവിലെ നീക്കുക, കുളിക്കുക, അപ്പോഴേക്ക് എല്ലാ കഥകളും 10 മണിയാകുമ്പോഴേക്ക് ഉന്നയിക്കണം. അങ്ങനെയൊക്കെയാണ് പഴയ കഥകളൊക്കെ. പക്ഷെ ഇപ്പം അതൊന്നും നടക്കില്ല. ഇപ്പോൾ 12 മണിയാകുമ്പോൾ തന്നെ ഉന്നയിക്കുള്ളൂ. കുട്ടികൾക്ക് വലിയ കുട്ടികൾക്ക് വരാനും ഒരുപാടുള്ള കുട്ടികളെ പോകാനും 10 മണിക്ക് ഉന്നയിക്കണം. കൃത്യം 10 മണിക്ക് ഉന്നയിക്കണം. അവിയല്, തോരൻ, ഇഞ്ചി, നാരങ്ങ, കാളൻ, സദ്യ വിഭവങ്ങളല്ലേ? ഇതെന്തൊക്കെയാണ്? അവിയല്, എരിശ്ശേരി, പിന്നെ കാളൻ ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ അടുക്കളയിലെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് നമ്മൾ നാളത്തേക്കുള്ള പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വെച്ച് ഏകദേശം പണികളൊക്കെ ഒതുക്കിയിട്ട് നമ്മൾ പൂക്കളം ഇടുകയാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് പൂക്കളിടുക. ഇത്രയും നേരം നമുക്ക് വീഡിയോ എടുത്തത് നമ്മുടെ സ്വന്തം മാമാട്ടിക്കുട്ടിയാണ് ഇതിന് വോയിസൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത്. മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് കുറച്ച് നേരം ഞങ്ങൾ ജോലി തിരക്കായതുകൊണ്ട് ഫോണൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് വോയിസൊക്കെ കൊടുത്ത് നല്ലതുപോലെ വീഡിയോ ഒക്കെ എടുത്തു തന്നു. കുറച്ച് നേരം മാമാട്ടി വിശ്രമിക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഞങ്ങളുടെ തിരുവോണ കാഴ്ചകളൊക്കെയാണിത്. ഞങ്ങളുടെ തൊട്ട് അടുത്ത വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഓണം.
ഇത്തവണ ഞങ്ങൾ വീട്ടിലൊന്നും പോയില്ല. അപ്പോൾ ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലായിരുന്നു ഞങ്ങൾക്ക് ഓണം. അപ്പോൾ ഞങ്ങളുടെ ഓണത്തിൻ്റെ തലേ ദിവസത്തെ കാഴ്ചകളൊക്കെ ആട്ടോ ഇത്. ഞങ്ങൾ തലേന്ന് രാത്രിയാണ്, സമയം ഒരു 1:30 ആയിട്ടുണ്ടാവും, ഞങ്ങൾ അത്തപ്പൂക്കളം ഇടുകയാണ്. കാരണം പിറ്റേന്ന് ഞായറാഴ്ചയാണല്ലോ, നമുക്ക് പള്ളിയിൽ പോകേണ്ടത് കൊണ്ട് രാത്രി തന്നെ ഇട്ട് വെക്കുകയാണ്. ഞങ്ങളെ എല്ലാവരും കൂടി അടുക്കളയിലത്തെ പണിയെല്ലാം ഒതുക്കി അത്തപ്പൂക്കളമൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ആഘോഷങ്ങളൊക്കെ. ഇപ്പോൾ സമയം 1:33 കണ്ടോ, പൂക്കളം ഇടുകയാണ്. പൂക്കളം ഇടുന്നു, ഇട്ട് കഴിഞ്ഞു കേട്ടോ. പൂക്കളം ഇട്ട് കഴിഞ്ഞ് പൂക്കളത്തിൻ്റെ ഭംഗി ആസ്വദിക്കുന്നു. സമയം 1:30. അപ്പോൾ ഞങ്ങളുടെ ഓണവിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും തിരുവോണാശംസകൾ അറിയിക്കുന്നു. വീഡിയോ കുറച്ച് ലേറ്റായി, കുറച്ച് തിരക്കുകൾ കൊണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ. താങ്ക് യു.